കുറച്ച് ദിവസം മുന്നേ എന്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. 19 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ ഭർത്താവിന്റെ വീട്ടുകാരും ചേർന്നിട്ട് ആക്രമിച്ചൊരു കേസ്. അതിപ്പോ പോലീസ് കേസൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും അറിയാത്തവർക്കായിട്ട് ഞാൻ അതൊന്ന് ചുരുക്കി പറഞ്ഞു തരാം. നീലേശ്വരം സ്വദേശിയായിട്ടുള്ള 19 വയസ്സുകാരിയായ പെൺകുട്ടി മുലപ്പാൽ കൊടുത്തില്ല എന്ന പേരും പറഞ്ഞിട്ടാണ് ഭർത്താവ് അടി തുടങ്ങിയത്. അവള് വാതിലും പൂട്ടിയിട്ട് റൂമിൽ കിടക്കുകയായിരുന്നു. അതിന് മുന്നേ തന്നെ കുട്ടിക്ക് പാലൊക്കെ കൊടുത്ത് വയറ് നിറച്ചിട്ടായിരുന്നു ആ കുട്ടി വന്നിട്ട് കിടന്നിട്ടുണ്ടാവാന്. ആ സമയത്താണ് ഈ ഭർത്താവ് വന്നിട്ട് വീണ്ടും വാതിൽ മുട്ടിക്കൊണ്ട് വിളിക്കുന്നത്, പാല് കൊടുക്ക് കുട്ടിക്കെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇവള് പറയുന്നുണ്ട്, അത് ആ കുട്ടി തന്നെ വാർത്താ ചാനലൊക്കെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒന്ന് സ്വസ്ഥത തരുമോ, എന്നെ ഒന്ന് സമാധാനത്തിൽ വിടുമോ എന്നുള്ളത്. അപ്പൊ ഇതിന് മുന്നേ ഇവര് തമ്മിൽ എന്തോ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് സിസേറിയനാണ് ആ കുട്ടിക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതൊന്നും ഇവർ ചിന്തിച്ചില്ല. ആ കുട്ടി വാതിൽ തുറന്ന ഉടനെ ഇവൻ അടി തുടങ്ങി. ശ്രദ്ധിക്കണം, സിസേറിയനാണ്, കഴിഞ്ഞിട്ട് ഇനിയും 28 ദിവസം പോലും എത്തിയിട്ടില്ല. അതിന് മുന്നേ തന്നെയാണ് ഇവന്റെ അതിക്രമം അല്ലെങ്കിൽ ഇവന്റെ പരാക്രമം ഇവൻ കാണിക്കുന്നത് ആ കുട്ടിയുടെ നേരെ. അത് പോരാതെ ഇവൻ എന്ത് ചെയ്തു, അവളുടെ ദേഹത്ത് കയറി ഇരുന്നു കൊണ്ട് തന്നെ അവളെ നന്നായിട്ട് മർദ്ദിച്ചു. കയറുകൊണ്ടൊക്കെ അടിച്ച പാട് നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇവളെ കയറി ഇരിക്കുന്നത് അവളെ വയറ്റിനാണ്. സിസേറിയൻ കഴിഞ്ഞ വയറാണ്. എത്രത്തോളം വേദന ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയധികം കഠിനമായിട്ടുള്ള വേദനയാണ്. എല്ലാവരും പറയും സുഖപ്രസവത്തിന്റെ വേദന സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത്. സത്യമാണ്, സുഖപ്രസവമായാലും സിസേറിയൻ ആയാലും ഒരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റില്ല. പ്രത്യേകിച്ച് സിസേറിയൻ പുറത്ത് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ആ ദേഹത്ത് കയറി ഇരിക്കാന്ന് വെച്ചാൽ അത്രക്കും ക്രൂരനും കാട്ടാളനും ആയതുകൊണ്ട് തന്നെയാണ് അതുപോലെ ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ചേച്ചിയോട് പറയുന്നത് വീഡിയോ എടുക്കുക, എന്നിട്ട് അവരുടെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നുള്ളത്. അതുപോലെ ചേച്ചിയും ചെയ്തിട്ടുണ്ട്. നല്ല വീട്ടുകാർ, ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വീട്ടുകാർ. അത് പോരാതെ ഭർത്താവിന്റെ ഏട്ടൻ, അച്ഛൻ, എല്ലാരും ഈ പെൺകുട്ടിയെ ക്രൂരമായിട്ട് തന്നെ അടിക്കുന്നുണ്ട്. അടിച്ചിട്ട് കൈയൊക്കെ മുറിഞ്ഞിട്ടുള്ള പാടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. കൂട്ടത്തിൽ അമ്മയുമുണ്ട്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതുപോലുള്ള വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലുള്ള പെൺമക്കളൊക്കെ പോയി പെട്ടാലുള്ളൊരു അവസ്ഥ. നമ്മളെ താലോലിച്ച് കൊഞ്ചിച്ച് വളർത്തിയ പെൺകുട്ടികളെ കാട്ടാളന്മാരായിട്ടുള്ള ഇതുപോലുള്ള ആണുങ്ങന്മാർക്ക്, എല്ലാവരും അല്ലേ പറയുന്നത്, ഒരുപാട് നല്ല ആൺകുട്ടികളുണ്ട്. അവരെ ഒന്നുമല്ല, ഇതുപോലുള്ള നാറിയ ആൺവർഗത്തെയാണ് ഞാൻ പറയുന്നത്. കുറേ ഭാഗം ആൾക്കാർ ഭർത്തൃ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്ന ക്രൂരതകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതുപോലുള്ള ആൺവർഗത്തിനടുത്തേക്ക് എത്തിച്ചേരരുത് ഒരു പെൺകുട്ടിയും. പിന്നെ ഇവര് പറയുന്നത്, ഇവളീ അടിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, ആരുടോ ഒരാളുടെ കൈ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കടിച്ച് നന്നായിട്ട് കടിച്ചു മുറിച്ചിട്ടുണ്ടാവും. കാരണം ഇത്രയധികം അവള് സഹിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു കൈ കടിച്ചതിനെ തുടർന്നിട്ട് ഇവര് പറയുന്നു അവക്ക് ഭ്രാന്താണെന്നുള്ളത്. അതും പറഞ്ഞിവിടെ കെട്ടിവെച്ചു, കട്ടിലൊക്കെ കെട്ടിയെടുത്തി. എന്താ പറയാന്, അവൻ ചെയ്തു വെച്ചത് അത്രയധികം ക്രൂരതയാണ്. കാരണം മുലപ്പാൽ കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരാളും ഇതുപോലെ ചെയ്യില്ല. സംഭവം അവള് കിടത്തിയിട്ട് ചേച്ചിയുടെ റൂമിൽ കുട്ടിയെ കിടത്തിയിട്ടാണ് സ്വന്തം റൂമിൽ വന്നിട്ട് റെസ്റ്റ് എടുക്കുന്നത്. പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞ് വന്ന കുട്ടികൾക്ക് നല്ല വിശ്രമം തന്നെ വേണം. അവര് പിൻകാലത്ത് അനുഭവിക്കാൻ പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണ്. നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തായാലും പ്രസവ ശുശ്രൂഷ അവർക്ക് നൽകിയേ പറ്റുള്ളൂ. ഇവനിപ്പോ ആ വീട്ടിലേക്ക് അവളെ കൊണ്ടുപോയത് തന്നെ, ഇപ്പൊ ഈ അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പാടെ ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് മുന്നേ തന്നെ പറയുന്നുണ്ട് അവളുടെ ഭർത്താവിന്റെ അച്ഛൻ, 28 കെട്ടിന് നൂലോട്ടൊക്കെ ഉണ്ടാവുമല്ലോ, ആ ചടങ്ങ് കഴിഞ്ഞിട്ട് നീ പോയിക്കോ, ആ സ്വർണവും കാര്യങ്ങളൊക്കെ കിട്ടിയതിനു ശേഷം. അപ്പൊ ആ സ്വർണവും കാര്യം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാകും വൃത്തികെട്ടവന്മാർ. സ്വർണത്തിനും പണത്തിനും മാത്രം മുൻതൂക്കം കൊടുക്കുന്ന ഇതുപോലുള്ള ആൾക്കാരുടെ വീട്ടിലേക്ക് നമ്മുടെ പെൺമക്കളൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ ചെയ്യുക? അതിന് മുന്നേ തന്നെ ഇവര് വീട്ടുകാരെ കുറിച്ചും വീട്ടിലുള്ള ആണിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഒരു പെണ്ണിനെയും കല്യാണം കഴിപ്പിച്ച് കൊടുത്തയക്കാൻ പാടുള്ളൂ. നമ്മൾ ആദ്യം കല്യാണം കഴിക്കുന്ന ടൈമിൽ പയ്യന്റെ തറവാടോ അല്ലെങ്കിൽ പയ്യന്റെ ജോലിയോ അതുമല്ലെങ്കിൽ പയ്യന്റെ സൗന്ദര്യമോ ഒന്നും അല്ല നോക്കണത്, അവന്റെ ക്യാരക്ടർ മെയിൻ ആയിട്ട് നോക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടി ജീവിതകാലം മുഴുവൻ അവന്റെ കൂടെയാണ് കഴിയേണ്ടത്, അവന്റെ വീട്ടുകാരുടെ കൂടെയാണ് കഴിയേണ്ടത്. എല്ലാ ആൾക്കാരും, കൂടുതൽ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞ പെണ്ണ് ചെറുക്കന്റെ വീട്ടിലാണല്ലേ. കണ്ണൂരിൽ മാത്രമേ ഉള്ളൂ, കണ്ണൂരിലുള്ള മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ സ്വന്തം വീട്ടിൽ നിൽക്കാനുള്ള അവസരമുള്ളൂ. അൽഹംദുലില്ലാ, നമ്മളൊക്കെ കണ്ണൂരിൽ ജനിച്ചതിൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഹയർ അങ്ങനെ വിചാരിക്കുന്നു. സത്യം 100% ആണ് പറഞ്ഞത്. എനിക്കുള്ള എന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് എന്നോട്, കണ്ണൂരിൽ ജനിച്ചത് ഇന്ത്യയൊക്കെ ഭാഗ്യം എന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ പങ്കുവെക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലുള്ള ഒരു പെണ്ണ്, ആ പെണ്ണ് മറ്റൊരു വീട്ടിലേക്ക് കയറി പോകുമ്പോൾ ആ വീട്ടിൽ തീർച്ചയായിട്ടും വീട്ടിലെ വേലക്കാരത്തിയായിട്ടാണ് കാണുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ 90% പെൺകുട്ടിയുടെ അവസ്ഥ ഇത് തന്നെയാണ്.
അതിലൊരിക്കലും തിരുത്തി പറയാൻ വേണ്ടിക്കില്ല. അത് 10% മാത്രം നന്നായിട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത് കുട്ടികൾക്ക് ഈ 18 വയസ്സാകാൻ വേണ്ടിയിട്ട് കാത്തിരുന്നതുകൊണ്ടാണ്. 18 വയസ്സിൽ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് 19 വയസ്സാകുമ്പോഴത്തേക്ക് പെൺകുട്ടി ഒരു കുട്ടിയുടെ അമ്മയായി അല്ലെ. അതിനുശേഷം അല്ലെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ ടൈമിൽ തന്നെ ഈ കുട്ടി പലതും അനുഭവിക്കുന്നുണ്ടാവും. ഇതിനുള്ളിൽ തന്നെ ആ അമ്മ പറയുന്നുണ്ട്, കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്, എന്റെ മകളുടെ കുട്ടി അവന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പ്രസവത്തിന് വന്ന ടൈമിൽ തന്നെ പിണങ്ങി പോകും കാര്യങ്ങളൊക്കെ ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെയുള്ളൊരു സൈക്കോ ആണ് അവൻ. അപ്പൊ അവൻ പറയുന്നുണ്ട് ഇവൾക്ക് ഭ്രാന്താണെന്നാണ് പറഞ്ഞിട്ട് നടക്കുന്നത്. ഒരാളും ആ നാട്ടുകാർ വരെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സപ്പോർട്ട് എങ്ങനെ ചെയ്യാനാണ്? ഒരു നാട്ടിലെ പെണ്ണ് വേറെ നാട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ സപ്പോർട്ടിനും ആ നാട്ടുകാർ അവരുടെ നാട്ടിലുള്ള ആളെ ഭാഗത്ത്. എന്ത് ന്യായം ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞാലും ഒന്നും പ്രതികരിക്കില്ല, പ്രതികരണ ശേഷി ഉണ്ടാവില്ല. കാരണം അവിടെയുള്ള നാട്ടുകാരുടെ ഭാഗത്ത് നിൽക്കണ്ടേ. സത്യം എവിടെയാണോ അതിന് സത്യത്തിന്റെ ഭാഗത്താണ് നിൽക്കേണ്ടത്. ഈ പെൺകുട്ടിക്ക് ഇത്രയധികം അതിക്രമങ്ങളൊക്കെ നേരിട്ടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടാവും. എന്ത് പ്രശ്നം ആയിക്കോട്ടെ. തനിക്ക് തല്ലാനും കൊല്ലാനുള്ള ഉപകരണമാണോ ആ വന്നിട്ടുള്ള പെൺകുട്ടി? ഏതൊരാണിനും തല്ലാനും അതുപോലെ തന്റെ ദേഷ്യം കംപ്ലീറ്റ് തീർക്കാനുള്ള ഉപകരണമാണ് ഓരോ പെണ്ണും. അതൊന്ന് മനസ്സിലാക്കുക. പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് ഓരോ പെണ്ണും കയറിപ്പോകുന്നത്. പിന്നെ അവിടെ ഉള്ളത് ആണിന്റെ സ്വഭാവം പോലെ ഇരിക്കും ബാക്കിയുള്ള ജീവിതം. അമ്മായിയമ്മൻ്റെത് വിട്ടേക്ക്, അത് പിന്നെ ഒരു 95% പോക്ക് കേസ് തന്നെയാണ്. അവർക്ക് ഒരിക്കലും സ്വന്തം മോളായിട്ട് ഈ വന്നു കയറിയ പെണ്ണ്, അത് വന്നു കയറി വലിഞ്ഞു കയറി എന്റെ മകന്റെ ചോറ് തിന്നാൻ വേണ്ടി വരുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് വേലക്കാരത്തി, ആ നിലക്ക് കാണുന്ന അമ്മായി അമ്മമാരാണ് ഒരു 90-95% ഉള്ളത്. ബാക്കിയുള്ള 5% നല്ലത് തന്നെയാണ്. സ്വന്തം മോളെ പോലെ കഴിയുന്ന അമ്മായി അമ്മമാരിൽ ഉണ്ടാവും. എത്ര പറഞ്ഞു കഴിഞ്ഞാലും നീയും ഒരു സ്ത്രീയല്ലേ എന്നൊക്കെ പലതവണ പല അമ്മായിയമ്മമാരോട് പലരും ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് ആ ഒരു ടൈം എത്തുമ്പോൾ എന്താണെന്നറിയില്ല, മകന്റെ ഭാര്യ വേറൊരു പെണ്ണായിട്ട് കാണും. അതൊരിക്കലും മാറാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ സ്ത്രീകൾ സഹിച്ചു നിൽക്കും. എങ്ങനെ അറിയാം? ഭർത്താവ് നല്ലതാണെങ്കിൽ, ഭർത്താവ് നമുക്ക് കട്ട സപ്പോർട്ടാണ്, നമുക്ക് നല്ല സ്നേഹം തരുന്നുണ്ട്, നമ്മളെ കെയർ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ കാണുമ്പോൾ പെൺകുട്ടികൾ സഹിച്ചു നിൽക്കും. അതുണ്ട്, ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഭർത്താവും കൂടി ഇതുപോലുള്ള കാട്ടാളനായിട്ടുണ്ടെങ്കിലോ? ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലി പറയുന്നുണ്ട് അവക്ക് ഭ്രാന്താണെന്നുള്ളത്. ഇത് കംപ്ലീറ്റ് ഒരു സൈക്കോ ഫാമിലിയിലേക്കാണ് ആ പെൺകുട്ടി പോയിട്ടുള്ളത്. ഭ്രാന്ത് ആവാണ്ട് കിട്ടുന്നതിന്റെ ഭാഗ്യം. കാരണം അവക്കും ഇവരുടെ ഭ്രാന്ത് പകർന്നു പോകൂലേ. ഈ കുട്ടി എന്തായാലും ഇനി അടുത്തേക്ക് പോകരുതെന്നാണ് എനിക്കുള്ള അഭിപ്രായം. കാരണം ഇപ്പൊ ഇങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ജീവൻ ഉണ്ടാവും. ഇതുപോലുള്ള പെൺകുട്ടികൾ തന്നെയാണ് ജീവൻ ഒടുക്കുന്നത്. നിങ്ങളൊരു ചെറുക്കന്റെ അല്ലെങ്കിൽ ഒരു ആണിന്റെ സെക്യൂരിറ്റി പെണ്ണിന് വേണമെന്ന് വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവൻ അവിടെ അടിമയായിട്ട് അവനെ ഇടിച്ചും പിഴിഞ്ഞും കളിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് തന്റെ പെൺകുട്ടികളെ വിട്ട് കൊടുക്കരുത് ഒരാളും. ഒരു പെൺകുട്ടി ഭൂമിയിലേക്ക് ജനിച്ച് നമ്മുടെ കയ്യിലേക്ക് വീഴുന്ന ടൈമിൽ തന്നെ എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവും അറിയാം. ആൺകുട്ടിക്ക് സ്വപ്നം ഇല്ലാന്നല്ല, പെൺകുട്ടികളുടെ പ്രത്യേകിച്ച് ലാളന കൂടുതലായിരിക്കും. അത് കുറെ ഭാഗം ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള പൊന്നു മക്കളെ നമ്മളൊരു കാട്ടാളന്മാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവരെന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ പറയുമ്പോൾ പൊട്ടമുള്ള സൈക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ജീവിതം, അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട. അവള് ദേഹോപദ്രവം കൂടി ഏൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട. ആദ്യം നിങ്ങൾ ചെയ്യുക. 18 വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കുകയല്ല ചെയ്യേണ്ടത്. 20 വയസ്സായിക്കോട്ടെ, 21 വയസ്സായിക്കോട്ടെ, കല്യാണം എന്നിട്ട് കഴിപ്പിച്ചാൽ മതി. ആദ്യം അവൾക്കൊരു തൊഴിലുണ്ടായി കൊടുക്ക്, ഒരു വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ പക്വതയും ഉണ്ടാവട്ടെ. അതിനുശേഷം മാത്രം നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക. ഇനി അവന്റെ സ്വഭാവം മോശമാണെന്ന് അവളുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പല പെൺകുട്ടികളും സഹിക്കും തീർച്ചയായും. കല്യാണം കഴിച്ച പുരുഷനിലെ എന്ത് തെറ്റുണ്ടെങ്കിലും സഹിക്കും. ഓവറായാൽ മാത്രമേ പ്രതികരിക്കുള്ളൂ. അങ്ങനെ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ മക്കൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അവരെ അതിലേക്ക് പറഞ്ഞേക്കല്ല വേണ്ടത്. അവിടെ പോയിട്ട് അറിയുക എന്താ കാര്യം എന്നുള്ളത്. എന്നിട്ട് അവര് കംപ്ലീറ്റ് ഡ്രാമ കളിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് മോളാടാക്കിയിട്ട് വരുത്തല്ല ചെയ്യേണ്ടത്. ഒരേ ഒരു ജീവിതമാണ്. ആ ഒരു ജീവിതത്തിൽ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് സുഖം തന്നെ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇതുപോലെ ദേഹോപദ്രവങ്ങളൊക്കെ ഏൽപ്പിക്കുന്ന സൈക്കോയെ പോലത്തുള്ള ആൾക്കാരുടെ കീഴിലേക്ക് ഒരിക്കലും ഒരു പെണ്ണിന്റെ ജീവിതവും ചവിട്ടി അരക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത്. നിങ്ങൾ മാതാപിതാക്കളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പൊന്നോമനയായിട്ട് വളർത്തിയ മക്കള് മറ്റുള്ളവരുടെ അടിയും തൊഴിയും കൊണ്ടിട്ട് നിൽക്കുന്നത് കണ്ടിട്ടും മന്ദബുദ്ധികളെ പോലെ ഇങ്ങനെ നിൽക്കരുത്. പ്രതികരിക്കുക തന്നെ ചെയ്യണം. ഇപ്പൊ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനിയും അവൾ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് എന്താ വരാൻ പോകുന്ന പറയാൻ വേണ്ടി പറ്റില്ല. ഒരു കുടുംബം കഴിയാൻ വേണ്ടിയിട്ട് ഒരാൾ മാത്രമല്ല, 2 ആളും കൂടി അധ്വാനിക്കുന്ന ടൈമാണ്. അതൊരു സന്തോഷം തന്നെയാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന എത്ര കുടുംബങ്ങളുണ്ട്. കാണാൻ വേണ്ടിയിട്ട് തന്നെ എന്ത് സന്തോഷമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയും അൽഹംദുലില്ലാ അടിപൊളി ഫാമിലി എന്നുള്ളത്.
കാരണം നല്ല ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ഭർത്താവ് ഭാര്യയോട് ചോദിക്കുക, ഭാര്യ ഭർത്താവോട് ചോദിക്കുക, രണ്ടാളും കൂടി ഈക്വലായിട്ട് ഓരോ കാര്യം തീരുമാനം എടുക്കുക. അങ്ങനെയൊക്കെ പോയാൽ എന്ത് സന്തോഷമാണ് ആ ഒരു ജീവിതത്തിന്. അല്ലാതെ ഒട്ടതിനും പിടിച്ചതിനൊക്കെ ഇതുപോലെ ഗുൽമാലാക്കുക, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യം പിടിക്കും. ഇനിയും ഇതുപോലുള്ള ന്യൂസും കാര്യങ്ങളൊന്നും കേൾക്കാൻ ഇട വരാതിരിക്കട്ടെ. ഇവനെ പോലത്തെ ആൾക്കാർ ആദ്യം തന്നെ മനസ്സിലാക്കി എടുക്കണം. നമ്മൾ കല്യാണം ഉറപ്പിക്കുന്ന ടൈമിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും സ്വഭാവം മനസ്സിലാക്കാനുള്ള ഒരു ടൈം അവർക്ക് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു പെണ്ണിന് നല്ലൊരു പക്വതയുള്ള പെണ്ണാണെന്നുണ്ടെങ്കിൽ ആ ആളുടെ സ്വഭാവം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി, അല്ലാതെ കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഉരുകി ഉരുകി ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ കല്യാണം കഴിപ്പിക്കാതിരിക്കുന്നത്. പിന്നെ വീട്ടുകാർക്ക് പിന്നെ പറയണ്ടല്ലോ, ഇതുപോലുള്ള വീട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഏതൊരാണോ അങ്ങ് വഷളായിക്കോളും. എല്ലാ ആണിനെയും അടച്ചാക്ഷേപിക്കുന്നതല്ല കേട്ടോ, നല്ല ആണുണ്ട്, സ്നേഹത്തോടെ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്കറിയാം. പക്ഷെ ഇതുപോലുള്ള ന്യൂസും കാര്യങ്ങളും അതുപോലെ നമ്മുടെ മുന്നിൽ തന്നെ കുറേ ആൾക്കാർ കാണുന്നുണ്ട് കഷ്ടത അനുഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാ പറയുന്നത്, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് കാലം നമ്മളെ മക്കളെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശീലിപ്പിക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് സന്നദ്ധരാക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കളെ, നമ്മൾ പൊന്നാരിച്ച് വളർത്തി നമ്മുടെ മക്കളെ നമുക്ക് ജീവനോട് കിട്ടുള്ളൂ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മക്കൾ ഇതുപോലുള്ള കാര്യത്തിന് ആത്മഹത്യയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല. അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, കല്യാണം എന്ന് പറയുന്നത് കൂടുതലും നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് അറേഞ്ച്ഡ് മാരേജും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തീർച്ചയായും ആലോചിക്കണം, നന്നായി ചിന്തിക്കണം. തറവാട്ട് മഹിമയും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത്. ക്യാരക്ടർ നല്ല ഒരുത്തനാണെന്നെങ്കിൽ മാത്രം കെട്ടിച്ചു കൊടുത്താൽ മതി. ക്യാരക്ടർ നോക്കണം, അവന്റെ തൊഴിൽ നോക്കണം, അവന്റെ വീട്ടുകാരുടെ സമീപനവും കാര്യവും ഒക്കെ മനസ്സിലാക്കിയിട്ട് മതി നമ്മൾ പെൺകുട്ടികളെ കൊടുക്കുന്നത്. അല്ലെ കൊടുക്കണ്ട. ഇപ്പൊ കൂടുതലും പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നില്ല. എനിക്ക് തന്നെ ഫ്രണ്ടായിട്ട് ഏകദേശം നല്ല 3-4 പേരുണ്ട് ഹിന്ദുസ് ആയിട്ട്. അപ്പൊ അവരെന്നോട് പറയുന്ന കാര്യമുണ്ട്, എന്തിനാടി കല്യാണം കഴിഞ്ഞ് പോകുന്നത്, നിങ്ങളെ പോലെ ഒന്നും അല്ലല്ലോ, നമ്മൾ അവിടെ പോയിട്ട് എന്തിന് വീട്ടു ജോലി ചെയ്യാനോ, സ്വന്തം ജോലി കഴിഞ്ഞ് വന്നാലും ആ വീട്ടു ജോലി ചെയ്യലും അമ്മായിയമ്മേന്റെ കുത്തുവാക്ക് കേൾക്കലും മതി. അങ്ങനെ പറഞ്ഞു നമ്മൾ പറയാം, എല്ലാ സ്ഥലത്തും അങ്ങനെയല്ലല്ലോ, അതൊന്ന് ആളെ മനസ്സിലാക്കിയിട്ട് എനിക്ക് നോക്കിക്കൂടെ എന്ന് പറയുമ്പോൾ മതി, തീരെ താല്പര്യമില്ലടി. അപ്പൊ അങ്ങനെയായി വന്നിട്ടുണ്ട് ഇപ്പോഴുള്ള തലമുറയിലെ പെൺകുട്ടികൾ. കാരണം എന്താണ്, ഇതുപോലുള്ള കാര്യങ്ങളല്ലേ മുന്നിൽ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആർക്കിപ്പോ കല്യാണ ജീവിതം തന്നെ വേണ്ടെന്ന് തീരുമാനിച്ചു പോകുന്നത്. നല്ല ആണിന് വരെ ഇപ്പൊ പെണ്ണെ കിട്ടാത്ത കാലമാണ്. കാരണം മുന്നിൽ ഇതുപോലെ തോന്നിവാസങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കണം, എങ്കിൽ മാത്രമേ ഇനിയുള്ള തലമുറയിൽ ആണിനാലും പെണ്ണിനാലും കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടാവുള്ളൂ. സ്വഭാവം നന്നായിട്ടുള്ള എനിക്ക് മാത്രം പെണ്ണ് മതി.